ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് യൂട്യൂബിലൊക്കെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കോഫിക്ക്. പക്ഷേ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നെസ്കഫേയുടെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത് അതനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ അത് മധുരം കുറച്ച് മതിയെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആണെങ്കിലും ചേർത്താൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ടും നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സമയം കുറച്ച് കൂടുതൽ എടുക്കുന്നുള്ളൂ, അല്ലാതെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ മിക്സിയുടെ ജാർ ഉപയോഗിച്ചാലും മതി. ഇത് നല്ലപോലെ ക്രീമി ആയി വരുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ക്രീമി ആയിട്ട് സ്റ്റിഫായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത്രയും ക്രീം ഉപയോഗിച്ചിട്ട് നമുക്കൊരു 3 ഗ്ലാസ് കോഫി വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് തണുത്ത പാല് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഒരു 3/4 ഭാഗത്തോളമൊക്കെ ഒഴിച്ചാൽ മതി. നിറച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പം എല്ലാം പുറത്തേക്ക് പോവും. അഥവാ തണുത്ത പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചൂടുള്ള പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേശ്ശായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയെന്നുള്ളൂ കേട്ടോ. ഇത് നല്ല തണുത്ത പാലായതുകൊണ്ട് അടിയിലേക്ക് പോവാതെ ക്രീം ഇങ്ങനെ മുകളിൽ തന്നെ പൊങ്ങി കിടന്നോളും. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് കോഫി പൗഡർ വേണമെങ്കിലും ഇടാം. അപ്പം നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം കുടിക്കാൻ. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ പറയാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്